തന്നെ വലിയ മേഖലയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് പാസ്സായിട്ട്. അങ്ങനെയുള്ളത് മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും വ്യാപിപ്പിക്കാനും എല്ലായിടങ്ങളും അതിനെ തുറന്നുള്ള നടപടികൾ സ്വീകരിക്കാനും തന്നെയാണ് പ്രേരണ ഉണ്ടാകുന്നത്. അത് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നതാണ്. സർ, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയൊരു കാര്യമാണ്. സാറേ, നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ ആലുവ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽപ്പെട്ടാണ്. അവിടെ ഒത്തിരി VIP-കൾ നിരന്തരമായി വരുന്ന എയർപോർട്ടിൽ വരുന്നു. അതുപോലെ ആലുവ ഗസ്റ്റ് ഹൗസിൽ അങ്ങടക്കം നമ്മൾക്കാണെങ്കിൽ കേരളത്തിൽ 3 ഗവർണർമാരുള്ളത്. ഒന്ന് ബംഗാൾ ഗവർണർ, ഒന്ന് കേരള ഗവർണർ, പിന്നെ ഗോവ ഗവർണർ. ഇവരെല്ലാം വരുമ്പോൾ അവിടുത്തെ സ്ഥലം DYSP, CI, SI ഈ 2 സ്റ്റേഷനിലും സ്ഥിരമായി കാറ്റഗറി അനുസരിച്ച് ഡ്യൂട്ടി കിരണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് അവർ പോകുന്നവരെ ആ സമയത്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പല കാര്യങ്ങളും ചെയ്യാൻ ഈ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ ഈ VIP-കൾ വരുമ്പോൾ സ്വാഭാവികമായും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിക്കാൻ സാധിക്കുമോ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. സർ, ബഹുമാനപ്പെട്ട അംഗം നേരത്തെ തന്നെ ഈ ഒരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഇവിടെ ഉന്നയിച്ചതാണോ എന്നോട് പറഞ്ഞതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നോട് പറഞ്ഞതായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ ഭാഗമായി ഞാൻ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല, ഒരു വിഷമവുമില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ മറുപടി. ഏതായാലും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം. ശ്രീ അഹമ്മദ് ദേവർകോവിൽ. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ വെല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ സേനയിൽ എന്തെല്ലാം രീതികളാണ് പുതുതായി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറയാം. സർ, സൈബർ ഡിവിഷൻ ഏറ്റവും ശക്തമായും ഫലപ്രദമായും പ്രവർത്തിക്കുന്ന ഡിവിഷനാണിപ്പോൾ. എല്ലാ സംസ്ഥാനത്താകെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പോലീസ് ആ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, പോലീസ് വളരെ കഷ്ടപ്പെട്ട് നിരവധി നിയമസമാധാന പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അങ്ങേക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സർ, പോലീസിൻ്റെ കയ്യിൽ നിൽക്കാത്ത കാര്യത്തിന് അത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ കൂടി പെർമിഷനോടുകൂടി കാപ്പ കേസ് എടുക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കും. സർ, കാപ്പ കേസിൽ നാട് കടത്തിയിട്ടുള്ള ആളുകളെ പിന്നീട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നൊരു ആക്ഷേപം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതുപോലുള്ള കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിശ്ചയമായും നിർദ്ദേശം കൊടുക്കുമോ? സർ, കാപ്പയുടെ ഭാഗമായുള്ള നടപടികൾ ഒരു നിയമ നടപടിയാണ്. ആ നിയമ നടപടി അവസാനിപ്പിക്കുന്നതിനോ ദുർബലപ്പെടുത്തുന്നതിനോ ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇടപെടലും സാധാരണഗതിയിൽ അംഗീകരിക്കപ്പെടില്ല. ഒരു അനുഭവവും നമ്മുടെ മുന്നിൽ അത്തരത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാ നടപടികളും ഫലപ്രദമായി തന്നെ പോലീസിന് സ്വീകരിച്ചു പോകാൻ കഴിയുന്നുണ്ട്. ശ്രീ പി ബാലേന്ദ്രൻ. കേരള പോലീസിൻ്റെ ഫുട്ബോൾ ടീം ഇന്ത്യക്ക് ആകെ അഭിമാനകരമായ വിധത്തിൽ ഉള്ള ടീമായിരുന്നു. IM വിജയൻ, CV പാപ്പച്ചൻ തുടങ്ങിയ ഇൻ്റർനാഷണൽ താരങ്ങൾ വരെ കേരള പോലീസിലുണ്ടായിരുന്നു. സർ, ഇന്ന് കൂടുതൽ മികവുറ്റ താരങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ടീം രൂപീകരിക്കാൻ കേരള പോലീസിന് സാധിക്കുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. തീർച്ചയായും പോലീസിൽ അത്തരം പരിപാടികൾ അവസാനിപ്പിച്ചിട്ടില്ല. നമുക്ക് ഗൗരവമായി തന്നെ ആ പ്രശ്നം പരിഗണിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചതോടുകൂടി നമ്മുടെ ക്രൈമിൻ്റെ സ്വഭാവം ഭയങ്കരമായി മാറി. ക്രൂരമായ തരത്തിലുള്ള കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും വീട് കയറിയ ആക്രമണങ്ങളും സ്ത്രീകളെ ഉൾപ്പെടെ ഉള്ളത് ആക്രമിക്കുന്ന രീതിയിലേക്ക് ആ വളരെ ക്രൂരമായ തരത്തിൽ ഇത് ചെയ്യുന്നതിലേക്ക് സ്വഭാവം മാറി. സർ, ഈ കൺവെൻഷണൽ ക്രൈമാണ്, പക്ഷെ അത് കൂടുതൽ ഇതിലേക്ക് മാറി. സർ, അവരെ കൈകാര്യം ചെയ്യേണ്ട ചുമതല ഒരു ഭാഗത്ത് പോലീസിൽ, മറുവശത്ത് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ക്രൈമും ഐഡൻറ്റിറ്റി തെഫ്റ്റും ഉൾപ്പെടെയുള്ള പുതിയ തലത്തിലുള്ള ക്രൈം ഉണ്ടാവുകയാണ്. സാർ, പഴയതിനെ നേരിടുന്നതോടൊപ്പം തന്നെ ഫലപ്രദമായി നേരിടുന്നതോടൊപ്പം തന്നെ ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ഗുരുതരമായ ഈ ക്രൈമുകൾ തടയുന്നതിന് വേണ്ടി പോലീസിനെ അപ്ഗ്രേഡ് ചെയ്യാൻ അവരുടെ സാങ്കേതിക വിദ്യയും അവരുടെ സംവിധാനങ്ങളും ക്രിമിനലുകൾ അതിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്, അതോടൊപ്പം ഉയർത്താനുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്? സർ, പോലീസിൽ ഇതിനനുസൃതമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിൽ വന്നിട്ടുള്ള ഒരു മാറ്റം തന്നെ
നമ്മുടെ പുതിയ റിക്രൂട്ട്മെൻറ്റിൽ വലിയ തോതിലാണ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറുപ്പക്കാരികളും ചേരുന്നത്. അതുതന്നെ പോലീസിൻ്റെ ഒരു മുഖത്തിന് വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം നാം നടത്തിയ സൈബർ രംഗത്തെ ഇടപെടൽ അത് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യം തന്നെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ആ കാര്യത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രശംസനീയമായ പങ്ക് പിണറായി വിജയൻ നിയമസഭയിൽ നിയമസഭാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു. അല്പം മുമ്പത്തേക്കും പറഞ്ഞു, ചില ഉദ്യോഗസ്ഥന്മാർ പോലീസ് സേനയുടെ ശോഭ കെടുത്തുന്നുണ്ട്, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി 108 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്നും ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല, ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ് നിരീക്ഷിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ തരം സൈബർ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു.